നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾ ഫോട്ടോ, വീഡിയോ, ഓഡിയോ ഫയലൊക്കെ എത്ര GB ഫോണിൽ ഉപയോഗിച്ചു എന്ന് കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതർ ഫയൽ എന്ന ഒരു കാറ്റഗറി വലിയൊരു GB മെമ്മറി സ്പേസ് ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഈ അതർ ഫയൽ എന്നും അത് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത് വലിയൊരു മെമ്മറി സ്പേസ് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് നമ്മുടെ ഫോൺ സ്റ്റോറേജ് നിറക്കുന്ന ഫയലുകൾ കണ്ടെത്തി റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിലനിർത്തിയിട്ട് ആവശ്യമില്ലാത്ത എല്ലാ അനാവശ്യ ഫയലുകളും കളഞ്ഞ് വലിയൊരു മെമ്മറി സ്പേസ് ഫോണിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതർ ഫയലുകൾ റിമൂവ് ചെയ്യുന്നതെന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. താഴെ ഓക്കെ ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇനി പ്രധാനമായിട്ട് രണ്ട് പെർമിഷനാണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ ഫയൽ അനലൈസർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് ഒരു ഓക്കെ ബട്ടൺ ഉണ്ടാവും. അത് കൊടുത്താൽ ഫയൽ ആക്സസിനകത്തേക്കാണ് പോവുക. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുക. ചില ഫോണിൽ സെറ്റിങ്സ് ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തേത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആപ്പ് അനലൈസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ നൽകാൻ ഒരു ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ യൂസേജ് ആക്സസിനകത്തേക്കാണ് പോകുക. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻ റെഡിയായി. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ഫയൽ അനലൈസർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അല്പനേരം ഒന്ന് കാത്തിരിക്കണം. എങ്കിൽ മാത്രമേ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് കിട്ടൂ. നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന എല്ലാ ഫോർമാറ്റിലുള്ള ഫയലുകളും അത് സ്കാൻ ചെയ്ത് എത്രയൊക്കെ ഉണ്ട് എന്ന ഡീറ്റെയിൽസ് ആണ് ലഭിക്കുക. ഓക്കെ, എൻ്റെ ഫോണിലെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 9.52 GB എൻ്റെ ഫോണിൽ അതർ ഫയലുണ്ട്. ഏകദേശം 7819 അതർ ഫയലുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ അതർ ഫയലും വേണ്ടാത്തതല്ല, ഇതിൽ വേണ്ടുന്ന ഫയലും ഉണ്ടാവും. ആദ്യം നിങ്ങളിവിടെ അതർ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നിരവധി ഫയലുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നവരും വലിയ വലിയ MB മെമ്മറി സ്പേസ് ഉപയോഗിച്ച ഫയൽ ഉണ്ടാവും. 7000-ഓളം ഫയലുണ്ടല്ലോ എൻ്റെ ഫോണിൽ. താഴോട്ടാണ് വലിയ വലിയ MB ഉള്ള ഫയൽ ഉണ്ടാകാം. ഏറ്റവും മുകളിലുള്ളത് ഏറ്റവും ചെറിയ ഫയലായിരിക്കും. അപ്പോൾ ഇതെല്ലാം വേണ്ടാത്തതല്ല, വേണ്ടുന്നതും വേണ്ടാത്തതും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ ഒരു പിങ്ക് കളറുള്ള ബട്ടൺ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ മെമ്മറി സ്പേസ് അതർ ഫയലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫോൾഡറിൻ്റെ ലിസ്റ്റ് ഇതുപോലെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 8 GB ആദ്യത്തെ ഫോൾഡറിൽ മെമ്മറി സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ 286, അതിന് താഴെ 283 എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫോൾഡറുകളും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോൾഡറിനകത്ത് കിടക്കുന്ന അതർ ഫയലുകൾ വേണ്ടുന്നതാണോ വേണ്ടാത്തതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഫോൾഡർ ഏതാണെന്ന് അതിൻ്റെ നെയിം വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ ഫോൾഡർ, അതായത് 8.62 GB ഉപയോഗിച്ചിരിക്കുന്ന ഫോൾഡറിൻ്റെ നെയിം നിങ്ങൾക്ക് കാണാം. അത് വാട്സപ്പിൻ്റെ ഫോൾഡറാണ്. അതും അല്ല, അത് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് വാട്സപ്പിനകത്തെ ഡോക്യുമെൻറ്റ് ഫയലുകൾ ശേഖരിച്ച് വെക്കുന്ന ഒരു ഫോൾഡറാണത്. അപ്പോൾ ഞാനൊക്കെ പലർക്കും ഡോക്യുമെൻറ്റ് ഫയലുകൾ വാട്സപ്പിലൂടെ അയക്കാറുണ്ട്. അത് ഏകദേശം 8 GB എൻ്റെ ഫോണിനകത്ത് ഇപ്പം തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം 400, 300, 200 ഒക്കെ MB ഉള്ള ഒരുപാട് ഫയലുകളുണ്ട്. ഇതൊക്കെ ഞാൻ ഗാലറിയിലുള്ള വലിയ വീഡിയോ ഒക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് വാട്സപ്പിൽ അയക്കുമ്പോൾ എൻ്റെ ഗാലറിയിലുള്ള അതേ ഫയലിൻ്റെ ഒരു കോപ്പി തന്നെ എൻ്റെ വാട്സപ്പിൻ്റെ ഡോക്യുമെൻറ്റ് ഫോൾഡറിനകത്ത് നിൽക്കുകയാണ്. അതായത് വാട്സപ്പിനകത്ത് നിന്ന് ആ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പ് നൽകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായിട്ട് എൻ്റെ മെമ്മറി സ്പേസ് കളയുന്നതാണ്. ഇതൊക്കെ എനിക്ക് സുഹൃത്തുക്കൾ ഇങ്ങോട്ട് അയച്ച ഡോക്യുമെൻറ്റ് ഫയലും ഇതുപോലെ ഇതിനകത്ത് വന്ന് കിടക്കും. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. മെമ്മറി സ്പേസ് ആണ് വേണ്ടതെങ്കിൽ മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മൊത്തത്തിൽ ടിക്ക് മാർക്ക് ആകുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കളഞ്ഞാൽ മതിയെങ്കിൽ ഇത് ഓപ്പണൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം വേണ്ടാത്തത് മാത്രം കളഞ്ഞാൽ മതിയെങ്കിൽ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ഡിലീറ്റ് കൊടുത്താൽ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലായിട്ടും ഓരോന്നായിട്ടും ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിൻ്റെ ഈ ഫോൾഡർ ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നെയാണ്. നമുക്കൊരു ആവശ്യവുമില്ലാത്ത ഫയലുള്ള ഫോൾഡറും ഇതിനകത്ത് ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം കോറൽ ഡ്രോയുടെ ഒരു ഫോൾഡർ. ഇതൊരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. പണ്ട് എപ്പോഴോ ഞാൻ സൈറ്റിൽ നിന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്.
ഇതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഒരുപാട് അനാവശ്യമായിട്ട് മെമ്മറി ഉപയോഗിച്ച ഫയലുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ചില സമയത്തൊക്കെ സിനിമകൾ ഡൗൺലോഡ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ വലിയ വലിയ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് പാതി വഴിയിലൊക്കെ ചിലപ്പോൾ നിന്ന് പോകും ഡൗൺലോഡ് ആകാതെ. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഫയൽ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത ഫയൽ ടെമ്പററി ഫയലായിട്ട് ഫോണിൽ കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറില്ല നമ്മൾ. അത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യുന്ന സമയത്ത് പാതി വഴിയിൽ നിന്ന് പോയത്, എററായി പോയത്, ഇത്തരം ഫയലുകളൊക്കെ നമുക്ക് ഇതിനകത്തെ പല ഫോൾഡറിൽ നിന്നും കണ്ടെത്തിയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യങ്ങളും ഏതാണ് ഫയൽ എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഫയൽ കളഞ്ഞിട്ട് നല്ലൊരു മെമ്മറി സ്പേസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ ഗാലറിയിൽ കിടക്കുന്ന ഫയലൊന്നും ഒരിക്കലും ഇതിൽ നിന്ന് റിമൂവ് ആയി പോകില്ല. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിനകത്ത് വേറെയും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോട്ടോ ഫോൾഡറും വീഡിയോ ഫോൾഡറും ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് വേണ്ടാത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടെത്തിയിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ രണ്ടാമത്തെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനലൈസർ എന്തിനാണ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷനും ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ കാര്യങ്ങൾ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അതിനകത്തൊരു സെറ്റിങ്സ് ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് മാനേജറിൽ പോയിട്ട് നമുക്ക് ക്യാഷയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫോൺ വൃത്തിയാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.